തിരുവനന്തപുരം കാട്ടാക്കട ഒറ്റശേഖരമംഗലം മഹാദേവ ക്ഷേത്ര ഉത്സവ ആറാട്ടിന് ആനയെ വിട്ടു നൽകാതെ ദേവസ്വം ബോർഡ് അനാസ്ഥ കാട്ടിയതായി ക്ഷേത്രസമിതി. എഴുന്നള്ളത്തിനെത്തിച്ച ആനയെ ക്ഷേത്ര ഭരണസമിതി എതിർപ്പിനെ തുടർന്നാണ് തിരികെ കൊണ്ടുപോയത്. 3 ആനകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാന ക്ഷേത്രമായ ഒറ്റശേഖരമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവ ആവശ്യത്തിനായി കാലാകാലങ്ങളായി എത്തിക്കുന്നത്. ഇത്തവണ 2 ആനകൾ ക്ഷേത്ര ഉത്സവ സമിതിയുടെ നേതൃത്വത്തിൽ ഉത്സവത്തിന് എത്തിച്ചിരുന്നു. ഇതിലൊന്നിനെയാണ് ദേവസ്വം ബോർഡ് തിരികെ കൊണ്ടുപോവുകയും ചെയ്തത്. 3 ശ്രീകോവിലുകളും 3 കൊടിമരവും 3 ആറാട്ട് വിഗ്രഹങ്ങളുമുള്ള അപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നായ ഒറ്റശേഖരമംഗലം ക്ഷേത്രത്തിലെ ആറാട്ട് എഴുന്നള്ളത്തിന് 3 ആനകളാണ് 6 പതിറ്റാണ്ടായി എത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ ആറാട്ടിന് ക്ഷേത്ര മേൽശാന്തി തലയിൽ വിഗ്രഹം ചുമന്ന് ആറാട്ട് നടത്തേണ്ട അവസ്ഥയുണ്ടാക്കിയത് ദേവസ്വത്തിന്റെ അനാസ്ഥയെന്നാണ് ഇടവാൽക്കര ഉത്സവ സമിതി ആരോപിക്കുന്നത്. നിരവധി തവണ നെയ്യാറ്റിൻകര ദേവസ്വം അധികൃതരെ ആറാട്ട് എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ആനയെ വിട്ടു നൽകാമെന്ന് ഉത്സവ സമിതി ബന്ധപ്പെട്ടിരുന്നെങ്കിലും അക്ഷന്തവിരുദ്ധമായ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ അധികൃതർ സ്വീകരിച്ചത്. അവസാന മണിക്കൂറുകളിൽ ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമായിരുന്നു. ഹൈന്ദവ ആചാരങ്ങളെ തകർക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണുള്ളതെന്നാണ് ഇടവാൽ ഉത്സവ സമിതി ഭാരവാഹി RS അഖിൽ അറിയിക്കുന്നത്. ഈ വർഷം ഉത്സവത്തിന് ആനയില്ല എന്ന് പറയുന്നതാണ്. ആനയില്ലാത്തത് ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. കാരണം ഒറ്റശേഖര മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ 3 കൊടിമരവും 3 കൊടിയേറ്റ് ഉത്സവം നടത്തുന്ന 3 പ്രധാന നടകളുള്ള ഒരു അമ്പലമാണ്. ഇവിടെ കാലങ്ങളായി ഇവിടെ ഇരിക്കുന്ന ഇവരൊക്കെ പ്രായത്തിനപ്പുറം വർഷങ്ങളോളം കൊണ്ട് 3 ആനകളാണ് ഭഗവാന്റെ തിടമ്പെടുത്ത് ആറാട്ടിന് പോകുന്നത്. പക്ഷെ ഈ വർഷം തിടമ്പെടുക്കാൻ ആനയില്ല. 2 ആന ഇപ്പൊ നമുക്കിവിടെ ഉള്ളൂ. ഒരു ആനയുടെ ഇന്ന് രാവിലെ വരെ ഒരു ആന ഉണ്ടായിരുന്നു. ഇപ്പൊ വൈകുന്നേരം അറിയുന്നു ആന ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം തിടമ്പ് അല്ലാതെ കോച്ചുമാരെടുത്താണ് ഇപ്പൊ ആറാട്ടിന് വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് തികച്ചൊരു വലിയൊരു അനാസ്ഥയാണ്. കാരണം ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഒറ്റശേഖരമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് ഗൗരവകരമായിട്ടൊരു വിഷയമാണ്. ദേവസ്വം ബോർഡിന്റെ വലിയൊരു അനാസ്ഥയാണ്. കാരണം AC ഒക്കെ വിളിച്ചപ്പോഴത്തേക്കും വളരെ നിരുത്തരപരമായിട്ടുള്ള മറുപടിയാണ് അവർ പറയുന്നത്. അവരുടെ കയ്യിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ഹൈന്ദവ ആചാരങ്ങളെ ലംഘിക്കുന്ന ഒരു പ്രവണതയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. തികച്ചും പ്രതിഷേധാർഹമാണ്. ഞങ്ങളെ ഈ ഇവിടുത്തെ 10 ദിവസത്തെ ഉത്സവം എന്ന് പറയുന്നത് 4 കരകളും ഉദ്ദേശ സമിതികളും ചേർന്നിട്ടാണ് ഉത്സവം നടത്തുന്നത്. പക്ഷേ 4 കരകളുടെ പ്രതിനിധികളാണ്. നമ്മൾ ഇടവാൽക്കരയുടെ പ്രതിനിധികളാണ്. പ്രസിഡന്റ്, പാർട്ടി സെക്രട്ടറി, ബാക്കി ഇരിക്കുന്നത് എല്ലാവരും കരയിലെ ആഘോഷ കമ്മിറ്റിയുടെ ആളുകളാണ്. അപ്പൊ നമുക്ക് പറയാനുള്ളത് ഹൈന്ദവ ആചാരങ്ങളോടുള്ള ദേവസ്വം ബോർഡിന്റെ വെല്ലുവിളിയാണ്. കാരണം കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരത്തിനെ അവര് വളരെ ഗൗരവകരമായി കാണാൻ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഈ പ്രകടനം നടത്തിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഇടവാൽക്കരയെ സംബന്ധിച്ച് തികച്ചും പ്രതിഷേധാത്മകമായിട്ടുള്ള ഒരു നടപടിയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇത് ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. 3 കൊടിമരങ്ങളുണ്ട്. 3 കൊടിമരങ്ങളിലും ഒരേ സമയം കൊടിയേറ്റി ഉത്സവം നടത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പുരാതനമായിട്ടുള്ള ഒരേ ഒരു ക്ഷേത്രമാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഈ ഒറ്റശേഖരമംഗലം മേജർ ഒറ്റശേഖരമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രം. ഇവിടെ 2 മഹാദേവന്റെ പ്രതിഷ്ഠയും 1 മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണുള്ളത്. ഈ 3 മൂർത്തികളെയും ഒരുമിച്ചാണ് ആഘോഷങ്ങൾ കൊടിയിറക്കി ആഘോഷം നടത്തുന്നത്. ധനു തിരുവാതിര മഹോത്സവമാണ്. പക്ഷേ കാലാകാലങ്ങളായി ആനയെ വെച്ച് എഴുന്നള്ളിച്ചുകൊണ്ടിരുന്ന ഈ 3 തിടമ്പിലും ഇന്ന് പോറ്റിമാര് നടന്നു കൊണ്ടുവന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഹൈന്ദവ ആചാരങ്ങളോടുള്ള ദേവസ്വം ബോർഡിന്റെ വെല്ലുവിളിയാണ്. ഇതിനെ ഇവിടുത്തെ ജനങ്ങൾ, ഇവിടെ ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഇത് ശക്തമായി പ്രതിരോധിക്കും. വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ പ്രക്ഷോഭ പരിപാടികളുമായി നമ്മുടെ നാട്ടുകാരെന്ന നിലയ്ക്ക്, ഭക്തജനങ്ങൾ എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതിന്റെ പൂർണ്ണമായിട്ടുള്ള മുഴുവൻ പ്രതിഷേധവും ഈ അവസരത്തിൽ ഇടവാൽക്കര വളരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയാണ്. AC നമ്മുടെ ഒരു ഉദ്യോഗസ്ഥർ പോലും ഇവിടെ ഈ വിഷയം നടന്നിട്ട് ഈ പരിസരത്ത് വരികയോ ഫോൺ വിളിച്ചാൽ എടുക്കുന്ന ഒരു സാഹചര്യമില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് അവർ സുഖമായി അവരെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ പവിത്രമായി കാണുന്ന വളരെ ഏറെ ദൈവചൈതന്യം ഉൾക്കൊള്ളുന്ന ഒറ്റശേഖരമംഗലം അമ്പലത്തിന്റെ ഒരു അവഗണന, അവർ നമ്മോട് കാണിച്ചിട്ടുള്ള അവഗണന തികച്ചും പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് ഭക്തജനങ്ങളുടെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഇപ്പോൾ ആറാട്ട് ഘോഷയാത്ര പോയിട്ടുണ്ട്. അവിടെ പകുതി വഴിയില് കുരവറക്കര 4 കരയുണ്ട്. ചെമ്പൂർ കര, ഇടവാൽക്കര, കുരവറക്കര, വാളികോട് കര. അതിൽ ഈ കുരവറ ജംഗ്ഷനിലൂടെയാണ് ഈ ആറാട്ട് ഘോഷയാത്ര അങ്ങോട്ട് പോകുന്നത്. അവിടുത്തെ ഭക്തജനങ്ങൾ തടഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം. അപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ ഇതിന്റെ ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരാരും ഈ നിമിഷം വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പരിസരത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അത് നമ്മളോടുള്ള അല്ലെങ്കിൽ ഭക്തജനങ്ങളോടുള്ള, നമ്മളൊക്കെ 10 ദിവസമായി ഇവിടെ രാപ്പകലില്ലാതെ ഉറക്കമില്ലാതെ അധ്വാനിച്ച് ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഉത്സവം നടത്താൻ ഇറങ്ങുമ്പോൾ ഒരു ഉത്തരവാദിത്വം കാണിക്കാതെ അവര്
മാസാമാസം ഇവിടെ വന്ന് ഇവിടെ കാണിക്ക എണ്ണാൻ, അതായത് ഇവിടെ ഭക്തജനങ്ങൾ അർപ്പിക്കുന്ന കാണിക്ക എണ്ണാൻ വേണ്ടി മാത്രമാണ് ഇവർ ഈ അമ്പലത്തിലേക്ക് വരുന്നിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഭക്തജനങ്ങളെ ഒരു വെല്ലുവിളിയെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. ഇനി കാണിക്ക എണ്ണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ വന്നു കഴിഞ്ഞാൽ ഭക്തജനങ്ങൾ ഉറപ്പായും തടയുമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്റെ പേര് അഖിൽ, ഞാൻ ഇടവക്കരയുടെ സെക്രട്ടറിയാണ്. ഇദ്ദേഹം ഇടവക്കരയുടെ പ്രസിഡന്റാണ് സുധീഷ് കുമാർ. ഇവരൊക്കെ കമ്മിറ്റി ഭാരികളാണ്. ട്രഷററുണ്ട്, വിജയനുണ്ട്, ശിവനുണ്ട്. ഈ പറയുന്ന എല്ലാവരും ഇതിന്റെ ഭാരവാഹികളാണ്. നമ്മൾ ഇപ്പോ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ ഇടവക്കര കമ്മിറ്റി ഒരു 13 സെന്റ് സ്ഥലം ഇപ്പോൾ ദേവസ്വം ബോർഡിന് വേണ്ടി വാങ്ങി കൈമാറാൻ വേണ്ടിയിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ. ഇതൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങളിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് അവരെ കൊണ്ട് സ്വരൂപിച്ച് നമ്മൾ ഭഗവാന് വേണ്ടി കൊടുക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ കൊടുക്കുന്നതിന്റെ ഒരു ആത്മതർപ്പണം പോലും അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചയാണ് ദേവസ്വം ബോർഡ് ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഈ ഇടവക്കരയുടെ ഭാഗത്തു നിന്നും ഭക്തജനങ്ങളുടെ നിന്നും ഉണ്ടാവുമെന്ന് മാത്രമാണ് പറയാനുള്ളത്.